കേരളത്തിൽ ഒരിക്കലും ഉണ്ടാവാത്ത തരത്തിലുള്ള വളരെ ഗുരുതരമായ അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് വളരെ വിശദമായി പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു, സർ ബിനോയ് വിശ്വം സംസാരിച്ചു. ഞാൻ അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ലെങ്കിലും ബഡ്ജറ്റ് അവതരിപ്പിച്ച കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരാളെന്ന നിലയിൽ പറയുകയാണ്, അങ്ങേയറ്റം ക്രൂരമായ നിലപാടാണ് നിലവിലുള്ള ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഇവർ പറയുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കും മനസ്സിലാക്കാൻ പറ്റണം. കഴിഞ്ഞ വർഷത്തെ ധനകാര്യ സ്ഥിതിയിൽ 1,93,000 കോടിയാണ് കേരളം ചെലവാക്കിയത്. ഈ വർഷത്തെ ബഡ്ജറ്റ് ധവളപത്രം ഇറക്കിയതിന് ശേഷം വി.ഡി. സതീശൻ ഗവൺമെന്റ് അവതരിപ്പിച്ച ബഡ്ജറ്റ് 2,27,000 കോടിയതാണ്. 35,000 കോടി രൂപ അധികമുണ്ടെന്ന് അവർ വെട്ടിക്കുറച്ച് കണക്കെല്ലാം എടുത്തതിന് ശേഷം അംഗീകരിച്ചതാണ്. ഞങ്ങൾ അവതരിപ്പിച്ച ബഡ്ജറ്റ് 2,39,000 ആയിരുന്നു. അതിനെ വെട്ടിക്കുറച്ച് 2,27,000 ആക്കി. പക്ഷെ ആ കണക്ക് നോക്കുമ്പോൾ 35,000 കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെലവാക്കിയതിനേക്കാളും അധികമുണ്ടെന്ന് ശ്രീ വി.ഡി. സതീശനും ഇന്നിപ്പോ പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ആളാണ്, നമ്മുടെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു ശ്രീ കെ.എം. ചന്ദ്രശേഖർ. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ കണക്ക് നോക്കിയിട്ട് കഴിഞ്ഞ വർഷത്തെക്കാളും 35,000 കോടി രൂപ അധികമുണ്ട് എന്ന് നിയമസഭയിലും പുറത്തും പറഞ്ഞ കണക്കനുസരിച്ച് അത്രയും പണം അധികമുണ്ടല്ലോ. ഇന്ത്യയിലെ ഒരൊറ്റ സംസ്ഥാനത്തും ഈ വർഷത്തെക്കാളും അടുത്ത വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെക്കാൾ ഈ വർഷം 15% ബഡ്ജറ്റ് വെച്ചിട്ടില്ല. കാരണം അത്രയും ഇന്ത്യ ഗവൺമെന്റ് വെച്ചിട്ടില്ല, ഒരൊറ്റ സംസ്ഥാനമില്ല. ഇവര് സാമ്പത്തികമായി കുഴപ്പമാണെന്ന് പറഞ്ഞ കേരളത്തിൽ അവർ തന്നെ പറഞ്ഞ കണക്കനുസരിച്ച് 35,000 കോടി രൂപ അധികമുണ്ട്. അവിടെയാണ് പഞ്ചായത്തിന് വെച്ച ബഡ്ജറ്റിനകത്ത്, മുനിസിപ്പാലിറ്റിക്ക് വെച്ച ബഡ്ജറ്റിനകത്ത്, തദ്ദേശ ഭരണ ബഡ്ജറ്റിനകത്ത് 1,500 കോടി വെട്ടിക്കുറച്ചത്. 5 വർഷം മുമ്പുണ്ടായിരുന്ന തുകയെക്കാളും പുറകിപ്പോയിരിക്കുന്നിപ്പോ മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തിനും. അദ്ദേഹം എന്നിട്ട് പത്രസമ്മേളനത്തിൽ ചോദിച്ച പത്രക്കാരോട് ഇപ്പം പറയാ, നേരത്തെ ഇവർ വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഞങ്ങളിപ്പോ കൊടുക്കും. കഴിഞ്ഞ വർഷം അവസാനം കൊടുക്കേണ്ട പണം 2,300 കോടി രൂപ ഞങ്ങൾ ഓർഡർ ഇട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് മാർച്ച് മാസം 31-ാം തീയതി 6,300 കോടി ഖജനാവിലുണ്ടായിരുന്നു. അത് 2,300 ഇതിന് പോകേണ്ടതാണ്. കൊടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കാത്തതുകൊണ്ടാണ് ആ 2,300 കോടി ഈ വർഷത്തേക്ക് മാറ്റിയില്ല ഇവിടെ പറഞ്ഞു. അപ്പൊ ഇത്രയും വലിയ പണം വെട്ടിക്കുറച്ചതിനെ പറ്റി പത്രക്കാർ ചോദിച്ചപ്പോ ഇന്നലെ പറയാ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ എന്നാണ് ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവുമ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യം പറയാറുണ്ട് നിയമസഭയിൽ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ. ഞങ്ങൾ പറയുന്നു, നിങ്ങൾ കൂടുതൽ പറ, നിങ്ങൾ പറയാനുള്ളത് പറ, എപ്പോഴും ഈ കാര്യങ്ങൾ തുറന്ന് പറയുന്നില്ല, ഞാൻ പറയുന്നില്ല എന്നൊന്നും അർത്ഥോക്തിയിൽ നിർത്തണ്ട. നിങ്ങളുടെ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ, മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ആയ കെ.എം. ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകൾ കണക്ക് നോക്കി പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ വർഷത്തെക്കാൾ 35,000 കോടി അധികം ഉണ്ടല്ലോ. ആ പണത്തിൽ നിന്ന് പിന്നെ വെട്ടിക്കുറയ്ക്കുക എന്തിനാ? അപ്പൊ ഇത് മനഃപൂർവ്വം ഈ നാട്ടിൽ എന്തോ ഒരു പഞ്ചായത്തുകളും ഈ സമ്പ്രദായം ഒന്നും വേണ്ടാന്ന് വരുത്താനാണ്, പ്ലാനിംഗ് സംവിധാനം വേണ്ടാന്ന് വരുത്താനാണ്. വിസ്മയം കാണിക്കുന്നത് ജനങ്ങളുടെ കഞ്ഞിയിൽ പാറ്റ ഇട്ടിട്ടല്ല. പാറ്റ എന്ന പദം ഇപ്പൊ കേട്ടാ പേടിക്കേണ്ടതാണ്. കാരണം പാറ്റ എന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട്. ഞാൻ അതുപോലെയുള്ള പാറ്റകളെന്ന നിലയിൽ അതിശക്തമായ സമരം നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നല്ലോ. ഇവിടെ സാധാരണക്കാർക്ക് കിട്ടേണ്ട ഇപ്പോ അംഗൻവാടികളിൽ പണം കൊടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ നിൽക്കുന്ന മുനിസിപ്പൽ കൌൺസിലർമാർക്ക് അറിയാൻ ബുദ്ധിമുട്ട്. അംഗൻവാടികൾക്ക് പണം കൊടുക്കാൻ പറ്റുന്നില്ല, ഓട്ടിസം സെന്ററിൽ പണം കൊടുക്കാൻ പറ്റുന്നില്ല, പാലിയേറ്റീവ് സെന്ററിൽ പണം കൊടുക്കാൻ പറ്റുന്നില്ല. കാസർഗോഡ് അവിടുന്നുള്ളവർ പറഞ്ഞത് അവിടെ എൻഡോസൾഫാന്റെ മേഖലയിൽ കൊടുക്കേണ്ട പ്രത്യേക പരിഗണന പോലും കൊടുക്കാൻ പണമില്ല. ആ പണം കൊടുക്കാതിരിക്കുന്ന സ്ഥിതിയാണ്. എന്തായാലും കണക്കിനകത്തുള്ള കാര്യം അനുസരിച്ച് നോക്കിയാൽ ഇപ്പോൾ പഴയ പ്ലാനിംഗ് ബോർഡ് മെമ്പർമാരും ഒക്കെ ഇതിപ്പുണ്ട്, പഴയ മന്ത്രിമാർ ഇതിപ്പുണ്ട്. ഞങ്ങള് ഈ കാര്യത്തിനകത്ത് വെച്ചത് സ്വന്തം കണക്കല്ല, എല്ലാവരും അംഗീകരിച്ച കണക്കാണ്. അതനുസരിച്ച് ഈ പണം അധികമുണ്ട്. കൊടുക്കാതിരിക്കുന്നത് വഞ്ചനയാണ്. വി.ഡി. സതീശൻ സർക്കാരിന്റെ വഞ്ചനയ്ക്കെതിരായിട്ടുള്ള കൂട്ടായ പ്രതിഷേധമാണ്. ആ പ്രതിഷേധം ജനങ്ങൾ അംഗീകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് ശക്തമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി തിരുത്തിക്കാൻ കോൺഗ്രസുകാരും ലീഗും ഭരിക്കുന്ന മുനിസിപ്പാലിറ്റികൾക്കടക്കമാണ്, എല്ലാവരും ഭരിക്കുന്ന മുനിസിപ്പാലിറ്റികൾക്കടക്കം പ്രവർത്തിക്കാനുള്ള പണം കൊടുക്കണം. അത് അങ്ങനെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമാണ്. എല്ലാവരെയും ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.